Well, good morning, respected chair, other panelists, and dear all. I am Dr. Balakrishnan. Basically, I am a wildlife biologist currently heading the division of wildlife biology at Kerala Forest Research Institute in Thrissur. I am also coordinating one center called the Center for Citizen Science and Biodiversity Informatics at the Institute. So I think I better shift to Malayalam, as large majority of the people are, most of the stakeholders are local level library workers and the LSTD people. നമ്മൾ ഇന്നത്തെ ഇമാജിനിങ് ഫ്യൂച്ചർ ലൈബ്രറീസ്, ഭാവിയിലെ ലൈബ്രറികൾ എങ്ങനെയായിരിക്കണം എന്ന ഒരു ചിന്തയിൽ ഞാൻ പ്രസൻറ്റ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ലൈബ്രറികൾ സിറ്റിസൺ സയൻസിൻ്റെ, ലൈബ്രറീസ് ആസ് ഹബ്സ് ഫോർ സിറ്റിസൺ സയൻസ്. സിറ്റിസൺ സയൻസ് എന്ന് പറയുന്നത് പൗരശാസ്ത്രം. ഓരോ ജനങ്ങളും ഓരോ വ്യക്തികളും സയൻസ് ചെയ്യാൻ പ്രാപ്തരാകുന്ന, അതിൽ പങ്കാളികളാവുന്ന ഒരു പ്രക്രിയയാണ്. ഇത് എന്തിനാണ് ആവശ്യമെന്ന് വെച്ചാൽ, നമ്മുടെ ശാസ്ത്രത്തെ ജനാധിപത്യവൽക്കരിക്കേണ്ട ആവശ്യം ഇനിയും വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മുടെ നയരൂപീകരണങ്ങൾ തീർച്ചയായിട്ടും ശാസ്ത്ര എവിഡൻസുകളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാവണം എന്നുള്ളതാണ് കാഴ്ചപ്പാട്. ഈ ഒരു ടോപ്പിക്ക് ഞാൻ തിരഞ്ഞെടുക്കുന്നതിനുള്ള കാരണം, അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും രണ്ട് കാരണങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. ഒന്ന്, നമുക്ക് വലിയ തോതിലുള്ള ശാസ്ത്ര അവബോധം അല്ലെങ്കിൽ സയൻസ് ലിറ്ററസി, ലോകത്തെമ്പാടും ഇതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒന്നാണ്. അതിനുള്ളൊരു പ്രധാന കാരണം പറയുന്നത്, ലോകത്തെ ഒട്ടുമിക്ക ഡെവലപ്പിംഗ് കൺട്രീസും നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഒരു നോളജ് സൊസൈറ്റിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ലോകത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്ന ഏറ്റവും വലിയ അടയാളം. അറിവുള്ള സമൂഹം, ഓരോ വ്യക്തിയും അതിൽ പങ്കാളികളാവുന്ന, സയൻസ് ലിറ്ററസി ഉണ്ടാകുന്ന, അതേപോലെ ശാസ്ത്രത്തെ ജനാധിപത്യവൽക്കരിച്ചുകൊണ്ട് എല്ലാ വ്യക്തികളിലേക്കും എത്തുന്ന രീതിയിലുള്ള ഒരു രീതി, അതിന് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് സയൻറ്റിഫിക് ലിറ്ററസിയാണ്. എന്നാൽ വികസിത രാജ്യങ്ങളിലടക്കം ഇതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്, അമേരിക്കയിലടക്കമുള്ള രാജ്യങ്ങൾ എത്രമാത്രം പൊതുജനങ്ങൾക്ക് ശാസ്ത്രീയ അവബോധമുണ്ടെന്നുള്ള പഠനങ്ങൾ നടത്തിയപ്പോൾ കേവലം 25-30% ആളുകൾക്ക് മാത്രമാണ് പല കാര്യങ്ങളെക്കുറിച്ചും പൊതുവായൊരു ധാരണയുള്ളത്. പ്രത്യേകിച്ചും അത് കോവിഡ് അല്ലെങ്കിൽ മറ്റ് സൂണോട്ടിക് ഡിസീസസ്, ക്ലൈമറ്റ് ചേഞ്ച് പോലുള്ള കാര്യങ്ങളെല്ലാം വന്നപ്പോൾ വളരെ വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ്. ഏറെക്കുറെ ഇതിന് സമാനമായ ഒരു അവസ്ഥയാണ് നമ്മുടെ കേരളത്തിലും എന്ന് നമ്മൾ പറയേണ്ടി വരും. കാരണം നമ്മുടെ സമൂഹം ഒരു അഗ്രികൾച്ചർ സിസ്റ്റത്തിൽ നിന്നെല്ലാം മാറി ഇപ്പോൾ ശാസ്ത്രത്തെയും സാങ്കേതികതയും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് മാറിയിട്ടുണ്ട്. നമ്മുടെ 14ാം പഞ്ചവത്സര പദ്ധതി തന്നെ ടാർഗറ്റ് ചെയ്യുന്നത് ഒരു നോളജ് സൊസൈറ്റിയിലേക്ക്, അത് മുൻപ് തുടങ്ങിയതാണ്, ഇപ്പോഴും തുടരുന്നത് അതിലേക്ക് തന്നെയാണ്. പക്ഷേ നമ്മുടെ സമൂഹം അതിനു വേണ്ടി വളർന്നിട്ടുണ്ടോ, പ്രത്യേകിച്ചും പ്രാദേശിക തലത്തിൽ ശാസ്ത്രീയ അറിവുകൾ, ഇത്തരം പ്ലാനിങ്ങുകൾക്ക് ആവശ്യമായുള്ള ശാസ്ത്രീയ അറിവുകൾ നമ്മുടെ ലോക്കൽ ലെവലിൽ എത്തിയിട്ടുണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. ഒരുപാട് മിസ്കൺസെപ്ഷൻസ്, ഒരുപാട് തെറ്റിദ്ധാരണകൾ നമ്മുടെ മുന്നിലുണ്ട്. നേരത്തെ സംസാരിച്ച പാനലിസ്റ്റുകളെല്ലാം പറഞ്ഞു വാട്സപ്പ് യൂണിവേഴ്സിറ്റിയാണ് ഭരിക്കുന്നത് എന്നുള്ളത്. അത് ഒരു വലിയ യാഥാർത്ഥ്യം തന്നെയാണ്. പ്രത്യേകിച്ചും ശാസ്ത്ര മേഖലയിലുള്ള പുതിയ കാര്യങ്ങളോ അല്ലെങ്കിൽ അടിസ്ഥാന കാര്യങ്ങളോ പോലും പൊതു ഇടങ്ങളിൽ നമുക്ക് കൃത്യമായ ധാരണയില്ല എന്നുള്ളൊരു അവസ്ഥയുണ്ട്. കൂടാതെ കേരളം തന്നെ നമ്മൾ റീസെൻ്റായി കണ്ടു, ഒരു നരബലി വരെ നടക്കുന്നുണ്ട്. നമ്മുടെ ഈ നമ്പർ 1 കേരളത്തിലാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ കാരണം ഇതാണ് ഇതിനായിട്ടുള്ള. രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത്, നമ്മുടെ നയരൂപീകരണങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടത്ര സയൻറ്റിഫിക് ഡാറ്റ അല്ലെങ്കിൽ എവിഡൻസുകൾ നമ്മുടെ ഈ സംവിധാനത്തിനകത്തുണ്ടോ എന്നുള്ള ചോദ്യമാണ്.
പലപ്പോഴും സംഭവിക്കുന്നത് എക്സ്പേർട്ടുകളായിട്ടുള്ള കുറച്ച് പേരുകളുടെ പൊതു അഭിപ്രായങ്ങൾ അത് പലപ്പോഴും ഒരു അടിസ്ഥാന ഡാറ്റയോ അല്ലെങ്കിൽ എവിഡൻസിനെയോ അടിസ്ഥാനമാക്കിയിട്ട് നിർണ്ണയിക്കുന്നതാവില്ല. പല വിഷയങ്ങളും നമ്മുടെ മുന്നിൽ നിൽക്കുന്ന പല കാര്യങ്ങൾ, ലോകമാണെങ്കിൽ പലതരത്തിലുള്ള, കേരളവും അതിൻ്റെ എല്ലാം ഭാഗവാക്കാണ്. നമുക്ക് ക്ലൈമറ്റ് ചേഞ്ച്, അല്ലെങ്കിൽ നമ്മുടെ ജൈവവൈവിധ്യത്തിൻ്റെ നാശം, അല്ലെങ്കിൽ പോപ്പുലേഷൻ എക്സ്പാൻഷൻ, അതുമല്ലെങ്കിൽ ഒരുപാട് പുതിയ പുതിയ അസുഖങ്ങൾ, ഓരോ ദിവസവും പുതിയ വൈറസുകൾ, പുതിയ അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സ്ഥിതി അതിനെ നമ്മൾ കൈകാര്യം ചെയ്യണമെങ്കിൽ നമുക്ക് ശാസ്ത്രീയമായിട്ടുള്ള ഒരു ഡാറ്റ അല്ലെങ്കിൽ എവിഡൻസിൻ്റെ ആവശ്യമുണ്ട്. അത് വെച്ചുകൊണ്ട് മാത്രമേ നമുക്കതിനെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ശാസ്ത്രരംഗത്ത് നമുക്കറിയാം, ഏതൊരു മേഖലയിലായാലും ഗവേഷണ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കെല്ലാം ഇതിനാവശ്യമുള്ള ഫണ്ടിൻ്റെ അളവിൽ ഭയങ്കര കുറവാണ് വന്നിരിക്കുന്നത്. ഇന്ത്യ പോലൊരു രാജ്യത്ത് നമ്മുടെ GDP-യുടെ 0.08% മാത്രമാണ് ഗവേഷണത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത്. അതിന് സർക്കാർ പറയുന്ന ചില പ്രത്യേക ഏരിയ മാത്രമാണ് സാധിക്കുക. പൊതുവായുള്ള അടിസ്ഥാന ശാസ്ത്രം ചെയ്യുന്നതിന് ആവശ്യമായുള്ള സംവിധാനങ്ങൾ നിലവിലില്ല. ഉണ്ടെങ്കിൽ പോലും അത് വളരെ ചെറിയ തോതിലുള്ള ഒരു ഡാറ്റ ആയിരിക്കും. 3 വർഷം നമ്മൾ ഡാറ്റ കളക്ട് ചെയ്തിട്ട് നമുക്ക് ഒരിക്കലും ഇമ്പാക്റ്റ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് ഓൺ സംതിങ് എന്നാന്നുള്ളത്, കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളോ നമുക്ക് ഒരിക്കലും പറയുവാൻ സാധിക്കില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഡാറ്റയുടെ അഭാവം വളരെയധികം നയരൂപീകരണ സംവിധാനത്തിലുണ്ട്. ഇതിനുള്ളൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ആഗോളതലത്തിൽ കണ്ടെത്തിയിട്ടുള്ളതും പ്രയോഗിക്കുന്നതുമായിട്ടുള്ള ഒരു രീതിയാണ് സിറ്റിസൺ സയൻസ് അല്ലെങ്കിൽ പൗരശാസ്ത്രം എന്ന് പറയുന്നത്. അതിനെ മറ്റു രീതിയിലെല്ലാം പറയുന്നുണ്ട്. പാർട്ടിസിപ്പേറ്ററി സയൻസ്, വോളണ്ടിയർ ബേസ്ഡ് സയൻസ്, ക്രൗഡ് സയൻസ് എന്നുള്ള പല രീതിയിലും ഇതിനെ പേര് വിളിക്കാറുണ്ട്. ഇത് സംഭവിക്കുന്നത് ഓരോ മുഴുവൻ വ്യക്തികൾക്കും ഈ പ്രവർത്തനത്തിൽ ശാസ്ത്രം ചെയ്യാനും അല്ലെങ്കിൽ അതിൽ ശാസ്ത്ര സ്ഥാപനങ്ങളുമായിട്ട് ചേർന്നോ അല്ലാതെയോ പങ്കാളിത്തം വഹിക്കാനും സാധിക്കുന്ന ഒരു പ്രക്രിയയാണ്. സ്വയം നമുക്ക് തന്നെ ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഈ ശാസ്ത്ര അല്ലെങ്കിൽ ഗവേഷണ പ്രവർത്തനങ്ങളെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. സയൻറ്റിഫിക് ലിറ്ററസി കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. എഡ്യൂക്കേഷൻ, പലതരത്തിലുള്ള എഡ്യൂക്കേഷൻ പ്രക്രിയ ഇത് സഹായിക്കുന്നുണ്ട്. കൂടാതെ ഈ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പിന്നെ നമ്മുടെ നയരൂപീകരണ പ്രക്രിയകളിലേക്ക് കുറച്ചുകൂടി ബലവത്തായ റിസൾട്ട് കൊണ്ടുവരാനും സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് CS അഥവാ സിറ്റിസൺ സയൻസ് ബ്രിഡ്ജ് ദ ഗ്യാപ്സ്, ആക്സിലറേറ്റ് റിസർച്ച് ആൻഡ് ഇംപ്രൂവ് എംപവേഴ്സ് ദ പബ്ലിക്. സിറ്റിസൺ സയൻസിന് ഒരുപാട് ബെനിഫിറ്റ്സും അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് വാല്യൂസ് ഉണ്ട്. നമുക്ക് സമയ ലിമിറ്റേഷൻസ് ഉണ്ടാവും, അതുകൊണ്ട് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ക്രോഡീകരിച്ച് പറയുകയാണെങ്കിൽ ശാസ്ത്രീയമായിട്ട് ഒരുപാട് ഗുണങ്ങൾ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ശാസ്ത്രജ്ഞരുടെ എണ്ണം അല്ലെങ്കിൽ റിസർച്ചേഴ്സിൻ്റെ എണ്ണം വളരെ തുലവും കുറവാണ്. അപ്പോൾ നമുക്ക് വലിയ ഡാറ്റ കളക്ട് ചെയ്യാനുള്ള സംവിധാനം നമുക്കില്ല. അപ്പോൾ സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരുപാട് എന്ന് മാത്രമല്ല, നമ്മുടെ പ്രൊഫഷണൽ സയൻറ്റിസ്റ്റുമാരെക്കാളും മികച്ച ചോദ്യങ്ങൾ ചോദിക്കുന്നത് ചിലപ്പോൾ താഴെ തട്ടിലുള്ള ഗ്രാമത്തിലുള്ള ഒരു മനുഷ്യനായിരിക്കും. അവർക്കായിരിക്കും പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയും അത്തരം തലത്തിൽ ഉണ്ട്. അതേപോലെ സമൂഹത്തിനായാലും വ്യക്തിക്കായാലും, ഞാൻ നേരത്തെ പറഞ്ഞ പോളിസി ഡിസിഷൻ മേക്കിങ്ങിനായാലും ഈ സിറ്റിസൺ സയൻസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. അത് യൂറോപ്പിലായാലും മറ്റ് രാജ്യങ്ങളിലായാലും വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു മേഖലയാണ്. പൊതുജനത്തെ ഈ പ്രക്രിയയിലെല്ലാം പങ്കാളിയാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രീതി. ഇനി ഇപ്പോൾ വിദേശ സ്ഥാപന പദ്ധതികളൊക്കെ ഇവിടെ ഉണ്ടാവും. അവരൊക്കെ ഇപ്പോൾ പുതിയ പദ്ധതികൾ, അടുത്ത 4ാം പഞ്ചവത്സര പദ്ധതിയുടെ ചർച്ചകൾ കടന്നു പോകുമ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ്, അതായത് സ്ഥിര വികസന ലക്ഷ്യങ്ങളെ അടിസ്ഥാനമാക്കിയായിരിക്കണം നമ്മുടെ പ്രോജക്റ്റുകൾ രൂപീകരിക്കേണ്ടതെന്ന് നിർദ്ദേശം വന്നിട്ടുണ്ട്. അതിനുള്ള ഘടകങ്ങളും ട്രെയിനിങ്ങും കഴിഞ്ഞിട്ടുണ്ടാവും. 17ഓളം ഘടകങ്ങളുണ്ട്. ഈ മേഖലയിലെല്ലാം കൃത്യമായ ഇടപെടൽ നടത്തണമെങ്കിൽ സിറ്റിസൺ സയൻസ് ഇനി മുതൽ കൂടിയേ തീരൂ എന്നുള്ളതാണ്. നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ ക്വാളിറ്റി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കോളേജ് സ്കൂളിലും എത്തുന്നവർക്ക് മാത്രമല്ല, അതിന് ഇതിൻ്റെ ഡ്രോപ്പ് ഔട്ട് ആയ ആളുകൾ അല്ലെങ്കിൽ ഡിഗ്രി തലം കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ പല കാര്യങ്ങളും പ്രത്യേകിച്ച് ശാസ്ത്ര വിഷയങ്ങളിൽ കൊടുക്കേണ്ടതുണ്ട്. അതിൻ്റെ കൂടെ തന്നെ സിറ്റിസൺ സയൻസ് നമുക്ക് ഒരുപാട് മെൻ്റൽ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ ഫിസിക്കൽ ബെനിഫിറ്റ്സ്, നമ്മുടെ ചുറ്റുമുള്ള ജീവികളെ, ജൈവവൈവിധ്യത്തെ, പല കാര്യങ്ങളെയും പഠിക്കാനും അറിയാനും അതിന്
സമയം സ്പെൻഡ് ചെയ്യാനും സാധിക്കുന്നതിലൂടെ നമ്മുടെ ആളുകൾക്ക് ഫിസിക്കലായാലും മെൻ്റലായാലും ഉണ്ടാകുന്ന ബെനിഫിറ്റ്സ് വളരെ കൂടുതലാണ്. അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് സിറ്റിസൺ സയൻസിനെ എങ്ങനെ നമുക്ക് ശാസ്ത്രത്തെ ജനാധിപത്യവൽക്കരിക്കാനും അതേപോലെ തന്നെ എവിഡൻസ് ബേസ്ഡ് പോളിസി മേക്കിനും ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഞാൻ തന്നെ മുൻപ് സംസാരിച്ച പാനലിസ്റ്റ് സൂചിപ്പിച്ചു, ലൈബ്രറികൾ എന്ന് പറയുന്നത് ഒരു വായനയുടെ ഇടം മാത്രം, പുസ്തകങ്ങളുടെ ഒരു ഇടം മാത്രമായിട്ട് മാറാതെ അതിനപ്പുറത്തേക്കുള്ള ഒരു സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ ഇടം കൂടിയാവണം എന്നുള്ള നമ്മൾ പ്രപ്പോസ് ചെയ്യുന്നത് ശാസ്ത്രം ചെയ്യാനുള്ള ഒരു ഇടവും കൂടിയായിട്ട് മാറേണ്ടതുണ്ട്. കാരണം ശാസ്ത്രം എല്ലാവരുടെയും ഒരു പ്രോപ്പർട്ടിയാണ്. അതില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരം ഓരോ വ്യക്തിക്കും ഉണ്ടാകും. എല്ലാ പ്രവർത്തനത്തിലും പങ്കാളികളാവാനും സാധിക്കും. നമുക്ക് യൂറോപ്പിൽ നിന്നോ അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ സ്റ്റഡീസ് പറയുന്നത് ഇത്തരത്തിലുള്ള ജനാധിപത്യവൽക്കരണം അവിടുത്തെ പോളിസി മേക്കിങ്ങിനെ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. കാരണം ഡാറ്റ കൂടുതൽ വരുമ്പോൾ കൂടുതൽ വ്യക്തമായിട്ടുള്ള പോളിസികൾ രൂപീകരിക്കാനും നടപ്പിലാക്കാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഘടകം. സിറ്റിസൺ സയൻസ് വളരെ ലോക്കൽ ലെവൽ, നമുക്കൊരു നാഷണൽ പാർക്കിനകത്ത് അല്ലെങ്കിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ തവക്കര ക്യാമ്പസിനകത്ത് തുടങ്ങി റീജിയണൽ തലത്തിൽ കേരളം, ഇന്ത്യ അല്ലെങ്കിൽ ഗ്ലോബൽ ലെവലിലേക്കെല്ലാം കൊണ്ടുപോകാൻ വളരെയധികം സാധ്യതയുള്ളതാണ്. ഒരുപാട് സിറ്റിസൺ സയൻസ് പ്രൊജക്റ്റുകളുണ്ട്. ഇത് വിശദീകരിക്കുക അസാധ്യമാണ്. ഇത്തരത്തിലുള്ള ഒരുപാട് പദ്ധതികൾ നമുക്കുള്ളതാണ്. ഇന്ത്യയിലും ഒട്ടും മോശമല്ലാത്ത രീതിയിൽ സിറ്റിസൺ സയൻസ് പ്രൊജക്റ്റുകൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും എൻവിറോൺമെൻറ്റ് അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി ഫീൽഡിലാണ് ഏറ്റവും കൂടുതൽ സിറ്റിസൺ സയൻസ് പ്രൊജക്റ്റുകൾ നടക്കുന്നത്. തന്നെ ഒരു 2003-2010 കാലഘട്ടത്തിൽ മലപ്പുറം ജില്ലയിൽ ഞാൻ തന്നെ എൻ്റെ നേതൃത്വത്തിൽ ഒരു പരീക്ഷണം നടത്തിയിരുന്നു. ആളുകൾ പാമ്പുകളെ അടിച്ചു കൊല്ലും, വിഷമില്ലാത്ത പാമ്പുകളെ അടിച്ചു കൊല്ലും. അപ്പോൾ അത് പലതരത്തിൽ പാമ്പുകൾ നമ്മുടെ എക്കോസിസ്റ്റത്തിൽ ഒരുപാട് സേവനങ്ങൾ ചെയ്യുന്നുണ്ട്. നമുക്ക് ആകെ 4 പാമ്പുകൾ കാര്യമായിട്ട് നാട്ടിൻപുറത്ത്. പക്ഷേ ഈ അടിച്ചു കൊല്ലുന്നത് അറിവ് ഇതിനെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുകയും അത് അതിൻ്റെ തുടർ പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് 10 വർഷം കൊണ്ടുപോയപ്പോൾ ആ പ്രദേശത്ത് പാമ്പ് കടിയുടെ അളവിൽ ഗണ്യമായ ഉണ്ടാവുകയും അതേപോലെ ആളുകൾക്ക് കൂടുതൽ ഈ പാമ്പുകളെ കൊല്ലുന്നത് നിൽക്കുകയും ചെയ്യുന്നൊരവസ്ഥ വന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ കോവിഡിൻ്റെ സമയത്തൊക്കെ സിറ്റിസൺ സയൻസ് വന്നിട്ടുള്ളതാണ് ധാരാളം. സിറ്റിസൺ സയൻസിന് പക്ഷേ ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. പ്രധാനമായിട്ടും വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് ഗവേഷണ സ്ഥാപനങ്ങളോ അക്കാഡമിക് സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ NGOകളോ ആണ്. പക്ഷേ ഇത് ഓപ്പൺ എന്നുള്ള ഒരു ആണെങ്കിലും എല്ലാവരും ഇതിൽ പങ്കാളികളാവുന്നില്ല. സെലക്റ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ മാത്രമാണ് പലപ്പോഴും സിറ്റിസൺ സയൻസിൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നത്. നമ്മൾ വിചാരിക്കും ഇത് നമ്മുടെ ഇവിടെ മാത്രമാണെന്നുള്ളത്. പക്ഷേ ഞാനൊരു ഉദാഹരണം കാണിച്ചിരിക്കുന്നത്, താഴെ ഒരു ഗ്രാഫ് കാണിച്ചിരിക്കുന്നത് അമേരിക്കയിൽ റെയിൻഫോൾ അതേപോലെ സ്നോ അല്ലെങ്കിൽ ആലിപ്പഴം വീഴുന്നതിൻ്റെയൊക്കെ ഡാറ്റയാണ് കാണിച്ചിരിക്കുന്നത്. ഓരോ ദിവസവും ഡാറ്റ അപ്ലോഡ് ചെയ്യണം. നമ്മൾ വിചാരിക്കും ഏറ്റവും ഡെവലപ്പ് ചെയ്തിട്ടുള്ള US ഇതെല്ലാം നിറയെ വെതർ സ്റ്റേഷൻസ് ആണെന്ന്. എന്നാൽ അങ്ങനെയല്ല. ഇതെല്ലാം ഓരോ വ്യക്തികൾ സിറ്റിസൺസ് കളക്ട് ചെയ്യുന്ന ഡാറ്റ മാത്രമാണ്. അതിനെയാണ് അവർ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള ടൂൾസ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. അത് ഈ രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് യഥാർത്ഥത്തിൽ ഇത് പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ ആളുകളില്ല എന്നുള്ള ഒരു സംഗതി ഉള്ളത് കൊണ്ട് കേരള വനഗവേഷണ കേന്ദ്രത്തിൽ നമ്മൾ ഒരു സെൻറ്റർ ആരംഭിച്ചു. പ്ലാനിംഗ് ബോർഡിൻ്റെ സഹായത്തോടു കൂടി സെൻറ്റർ ഫോർ സിറ്റിസൺ സയൻസ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി സ്റ്റാറ്റിക്സ് എന്നാണ് പേര്. നമ്മൾ ചെയ്യുന്നത് നമ്മുടേതായിട്ട് ഒരുപാട് സിറ്റിസൺ സയൻസ് പ്രോജക്റ്റുകൾ നടത്തുന്നുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിപ്പ വന്നതിന് ശേഷം വവ്വാലുകളെ കൂട്ടത്തോടെ ഒരു പ്രക്രിയ മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലുണ്ടായിരുന്നു. ഫ്രൂട്ട് ബാറ്റ്സിന് ഇതിനെ ആളുകൾ ഒന്നുകിൽ ഷൂട്ട് ചെയ്യും. ഇങ്ങനെ ഡ്രൈവ് ചെയ്തിപ്പോൾ ഇതെല്ലാം വന്നിട്ട് താഴെയുള്ള കണ്ടൽ കാടുകളിൽ എത്തിയിരിക്കുന്നു. കണ്ടൽ കാടുകളുടെ പ്രശ്നം വെച്ചാൽ ഇവയ്ക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് വളരെ കുറവായിരിക്കും. ഫുഡ് കുറവാകുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഇവയ്ക്ക് വീണ്ടും സ്ട്രെസ്സ് കൂടും. സ്ട്രെസ്സ് കൂടുമ്പോൾ അവയുടെ ഉള്ളിൽ 400-500 വൈറസുകൾ ആൾറെഡി കണ്ടെത്തിയിട്ടുണ്ട്. അത് ഇനിയും പുറത്തു ചാടാനുള്ള സാധ്യതയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒരു മാപ്പിംഗ് ആണ് ആദ്യഘട്ടത്തിൽ നമ്മൾ ചെയ്യുന്നത്. പബ്ലിക്കിനെ ഉപയോഗിച്ചുകൊണ്ട് അത് അടുത്ത സ്റ്റേജിലേക്ക് ഇനി കൺസർവേഷൻ പോലുള്ള കാര്യങ്ങൾ അതിലേക്ക് വരും. രണ്ടാമത് നമ്മൾ ചെയ്യുന്നത്
ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ നിരവധി പ്രൊജക്റ്റുകളുണ്ട്. അതേപോലെ സിറ്റിസൺ സയൻസ് നെറ്റ്വർക്കുകൾ ഫോം ചെയ്യുക. സ്കൂളുകൾ, കോളേജുകൾ, ക്ലബ്ബുകളെല്ലാം ഇതിൻ്റെ ഭാഗം നമ്മൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ പഞ്ചായത്ത് ലെവലിൽ ബയോഡൈവേഴ്സിറ്റി മോണിറ്ററിംഗ് കമ്മിറ്റികളുണ്ട്, BMCകൾ, അവരുടെ എല്ലാ നെറ്റ്വർക്ക് നമ്മൾ ഫോം ചെയ്തിട്ടുണ്ട്. ഇതുവഴി ജനറേറ്റ് ചെയ്യുന്ന ഡാറ്റ മുഴുവൻ പോകുന്നത്, നേരത്തെ ഓപ്പൺ സോഴ്സിനെ കുറിച്ച് മാഡം സംസാരിച്ചു, ഡാറ്റ ഈസ് ഗോയിങ് ടു GBIF, ദാറ്റ് ഈസ് ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി ഇൻഫർമേഷൻ ഫെസിലിറ്റി. എല്ലാ ഡാറ്റയും അങ്ങോട്ടാണ്. ആരാണ് കളക്ട് ചെയ്യുന്നത്, അയാളുടെ പേരിൽ തന്നെയാണ് ഈ ഡാറ്റ പോകുന്നത്. അത് ആയിട്ട് ക്രിയേറ്റീവ് കോമൺസ് ആട്രിബ്യൂട്ട് പ്രകാരം എല്ലാവർക്കും ഉപയോഗിക്കാനുള്ള അവസരമുണ്ട്. റിസർച്ചേഴ്സിന് ഉപയോഗിക്കാം, പബ്ലിക്കിന് ഉപയോഗിക്കാം. ഇത്തരത്തിലുള്ള നെറ്റ്വർക്കുകൾ ഫോം ചെയ്യുമ്പോൾ നമ്മൾ കണ്ട ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, താഴെ തട്ടി കൃത്യമായ ഒരു കേന്ദ്രങ്ങളില്ല എന്നുള്ളതാണ്. ആരാണിത് എന്നുള്ളത് 2-3 ഉദാഹരണങ്ങൾ ചെറുതായിട്ട് പറയാം. ഒന്ന്, ഏറ്റവും മുകളിൽ കൊടുത്തിരിക്കുന്നത് ആഫ്രിക്കൻ ഒച്ച്. പ്രത്യേകിച്ച് ഇവിടെയുള്ള ആളുകൾക്ക് അറിയാം, നമ്മുടെ ഈ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ തവക്കര, കണ്ണപുരം, കണ്ണൂരിൽ ഒരുപാട് പഞ്ചായത്തുകളിൽ, മുണ്ടേരി, വെള്ളശ്ശേരി, ജമ്പിക്കാട്, എല്ലാ പഞ്ചായത്തുകളും ധാരാളമായിട്ട് ഒച്ചിൻ്റെ പ്രശ്നമായിരുന്നു. അത് നമ്മുടെ ഫുഡ്, ധാരാളം പച്ചക്കറികളായാലും മറ്റു ഫുഡെല്ലാം കഴിക്കും. പക്ഷേ ഇതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ, ഏർലി ഡിറ്റക്ഷൻ എന്നുള്ളതാണ് ഒരു പെസ്റ്റിനെ സംബന്ധിച്ചുള്ളത്. ഏറ്റവും ആദ്യം കണ്ടെത്തുക എന്നുള്ളത്. പക്ഷേ അത് കണ്ടെത്താനുള്ള ഒരു സംവിധാനം, റിപ്പോർട്ട് ചെയ്യാനുള്ള സംവിധാനമല്ല. നമ്മളതിന് ശ്രമം നടത്തി, പക്ഷേ ലോക്കൽ ലെവലിൽ ഡാറ്റ വരികയോ ചെയ്യുന്നില്ല. ഇത് വന്നു കഴിഞ്ഞാൽ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ക്വാറന്റൈൻ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ ഒരു കാര്യം, ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത് നമ്മുടെ തളിപ്പറമ്പ് റേഞ്ചിൽ പാമ്പ് കടി ഏറ്റിട്ടുള്ള 5 വർഷത്തെ കണക്കാണ്. ഇത് വരുന്നത്, ഡാറ്റ വരുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കുന്ന കോമ്പൻസേഷൻ ഡാറ്റ എന്നാണ്. പക്ഷേ ഇത് നമുക്കൊരു 40% പോലും ഈ ഡാറ്റ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇത്രയും വ്യാപകമായിട്ട് 5 വർഷത്തിൻ്റെ ഇടയിൽ വന്നിട്ടുള്ളതാണ്. ഇത് വളരെ കുറച്ചുള്ള സാധനമാണ്. ഇത് ഏത് സാഹചര്യത്തിലാണ് ഈ പാമ്പ് കടി നടന്നതെന്നൊരു സിറ്റുവേഷൻ അനാലിസിസ് നടത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കതിനെ, കേരളം നമ്മൾ നമ്പർ 1 ആണ് എന്ന് പറയുന്നു, പക്ഷേ അത് നമ്മുടെ പാമ്പ് കടി കൊണ്ടുള്ള മരണങ്ങൾ, തീർച്ചയായിട്ടും വരുന്ന മരണങ്ങൾ വളരെ കൂടുതലാണ്. പക്ഷേ ഈ ഡാറ്റയുടെ അവൈലബിലിറ്റി വലിയൊരു സീരിയസ് പ്രശ്നമാണ്. അതേപോലെ മൂന്നാമത് കൊടുത്തിരിക്കുന്നത്, പാലക്കാട് ജില്ലയിൽ വന്യമൃഗശല്യത്തെക്കുറിച്ചുള്ള ഒരു റെക്കോർഡിംഗ് മാപ്പിംഗ് നമ്മൾ നടത്തുമ്പോൾ കുരങ്ങുകൾ എവിടേക്ക്, കോമൺ കുരങ്ങുകൾ എവിടേക്ക് കാണുന്നു എന്നുള്ള ഒരു ഡാറ്റയാണ് അവിടെ കാണുന്നത്. പക്ഷേ ഈ ഡാറ്റ വന്നത് പഞ്ചായത്ത് തലത്തിൽ വാർഡ് മെമ്പർമാരിൽ നിന്നാണ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റിയത്. പക്ഷേ ഇവിടെ എല്ലാം സംഭവിക്കുന്ന ഒരു പ്രശ്നം, വലിയ ഗ്യാപ്പ് അവിടെ നിൽക്കുന്നുണ്ട്. കാരണം ലോക്കൽ ലെവലിൽ ഒരു കമ്മ്യൂണിറ്റി ആവശ്യമുണ്ട്. നമ്മളൊരു താഴെ തട്ടിൽ പോയി കഴിഞ്ഞാൽ ഉണ്ടാവുന്നത് ഒരു അംഗനവാടിയോ അല്ലെങ്കിൽ ഒരു LP സ്കൂൾ പോലും വിരളമാണ്. ഒരു വാർഡ് തലത്തിലൊന്നും ഒരിക്കലും കാണില്ല. അപ്പോൾ ഇവിടെ ഒന്നും ഇത് വർക്ക് ചെയ്യില്ല. അപ്പോൾ നമ്മുടെ അന്വേഷണത്തിൽ എത്തി നിൽക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് പബ്ലിക് ലൈബ്രറികളാണ്. നേരത്തെ പബ്ലിക് ലൈബ്രറി അവയുടെ സ്വഭാവം മാറിയതിനെ കുറിച്ചൊക്കെ കൂടുതൽ വിശദീകരിച്ചു. ഞാനതൊരിക്കലും ഇനി കൊണ്ടുപോകും. എന്നാൽ ഞാൻ ആഗ്രഹിക്കുന്നത്, സിറ്റിസൺ സയൻസിൻ്റെയും പബ്ലിക് ലൈബ്രറികളുടെയും മിഷൻ എന്ന് പറയുന്നത് ശരിക്കും ഒന്ന് തന്നെയാണ്. അതിൽ വലിയ വ്യത്യാസം, പ്രത്യേകിച്ചും അത് ഐ എം ടേക്കിംഗ് 1 more minute. ശാസ്ത്രത്തെ ഡെമോക്രൈസ് ചെയ്യുക,